ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിച്ചത് പൂർണ്ണ അവഗണനയാണ് എന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. ആദായ നികുതി ഇളവ് ദില്ലി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്നും അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ രണ്ട് പരിഗണന മാത്രമായിരുന്നു ധനമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബീഹാറിലെ JDU-വിനെ തൃപ്തിപ്പെടുത്തുക എന്നതായിരുന്നു ഒരു കാര്യം. മറ്റൊന്ന് ദില്ലി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഖ്യാപിച്ച ഇളവാണ്. കേരളത്തെ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളെയും കേന്ദ്രം അവഗണിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ അവഗണിച്ച ബജറ്റ് ആയിരുന്നു ഇത് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതേസമയം മൂന്നാമത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി തഴയുകയായിരുന്നു. വയനാടിന് സഹായമില്ല, ഒപ്പം വിഴിഞ്ഞത്തിനും ഒരു പരിഗണനയും ലഭിക്കാത്ത ബജറ്റിൽ മലയോര ജനതയ്ക്കും നിരാശയാണ് ഫലം. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആരംഭിച്ച ബജറ്റിൽ വലിയ പ്രതീക്ഷയോടെയാണ് കേരളം നോക്കിക്കണ്ടിരുന്നത്. വയനാട് പുനരധിവാസത്തിനും വിഴിഞ്ഞം തുറമുഖത്തിനും പ്രത്യേക പാക്കേജ് വേണമെന്നായിരുന്നു കേരളത്തിന്റെ പ്രധാന ആവശ്യം. 24,000 കോടി രൂപയുടെ കേരളം ആവശ്യപ്പെട്ട പാക്കേജ് ശബരി റെയിൽപാത, റെയിൽ തുടങ്ങിയ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെ പരിഗണിച്ചിട്ടില്ല. വയനാട് ദുരിതാശ്വാസത്തിനായി 2,000 കോടിയുടെയും വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ 1,000 കോടിയുടെയും പാക്കേജും രാജ്യത്തെ ഏറ്റവും പ്രധാന തുറമുഖമായി മാറുന്ന വിഴിഞ്ഞത്തിനായി 5,000 കോടിയുടെ പ്രത്യേക പാക്കേജും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം ബീഹാറിൽ മഖാന ബോർഡ്, പട്ന IIT വിപുലീകരിക്കും, ബീഹാറിൽ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ബീഹാറിനെ ഫുഡ് ഹബ് ആക്കും, ബീഹാറിൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെയാണ് മോദി സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ബീഹാറിന് നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. കേരളത്തെ പൂർണ്ണമായും തഴയുന്ന ബജറ്റാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങളോടെല്ലാം മുഖം തിരിച്ച കേന്ദ്ര ബജറ്റ് വയനാട് ദുരന്ത ബാധിതർക്ക് 1 രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല. എയിംസ്, പാലക്കാട് കോച്ച് ഫാക്ടറി അടക്കം കേരളത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യങ്ങളോട് മുഖം തിരിച്ച് കേന്ദ്ര ബജറ്റ് പ്രത്യേക ഒരു പരിഗണനയും കേരളത്തിന് നൽകിയിട്ടുമില്ല. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുമ്പോഴാണ് കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് പോലും മുഖം തിരിച്ചിരിക്കുന്നത്. 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചിട്ടില്ല. മുണ്ടക്കൈ ചൂരൽമലയ്ക്കായി പ്രത്യേക പാക്കേജ് നൽകണമെന്ന ആവശ്യവും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിനായി സഹായ പദ്ധതി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും അനുവദിച്ചിട്ടില്ല. റെയിൽവേയുടെ കാര്യത്തിലും അവഗണന മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ബജറ്റിൽ കേരളം എന്ന പേര് ഉച്ചരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കഴിഞ്ഞ വർഷം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടത് 73,000 കോടി രൂപയായിരുന്നു. എന്നാൽ ഈ ബജറ്റിൽ ലഭിച്ചത് 33,000 കോടി മാത്രമാണ്. ബീഹാറിൽ താമര വിത്തിനായി പ്രത്യേക ബോർഡ് രൂപീകരിച്ച കേന്ദ്രമന്ത്രി പക്ഷേ കേരളത്തിലെ റബ്ബർ കർഷകരെ മറക്കുകയായിരുന്നു. കശുവണ്ടി, കയർ അടക്കമുള്ള പരമ്പരാഗത വ്യവസായങ്ങളിൽ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ പാടെ അവഗണിക്കുന്ന സമീപനം തന്നെയാണ് ഈ ബജറ്റിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ സ്വീകരിച്ചിരുന്നത്. ബീഹാർ, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങൾക്ക് കോടാനുകോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ധനമന്ത്രി ചെയ്തത്.